We trust our successors to do the same for us. Because my soldiers do not buckle or yield when faced with the truth. എൻ്റെ പേര് ശ്യാംകുമാർ. ഞാൻ വീഡിയോഗ്രാഫറാണ്. പിന്നെ ഞാനിപ്പോൾ ഈ അടുത്ത് തന്നെ രണ്ട് വേൾഡ് റെക്കോർഡ് കിട്ടിയായിരുന്നു. ഒന്ന് വേൾഡ്സ് ഫസ്റ്റ് യങ്ങസ്റ്റ് ആംപ്യൂട്ടി സ്കൈ ഡൈവറും വേൾഡ്സ് ഫസ്റ്റ് യങ്ങസ്റ്റ് ആംപ്യൂട്ടി പാരാഗ്ലൈഡിംഗ് പൈലറ്റും. അങ്ങനെ ഈ രണ്ട് റെക്കോർഡ് എനിക്ക് കിട്ടിയായിരുന്നു. എൻ്റെ ലൈഫ് ജേണി എന്ന് പറയാനായിട്ട് ഞാൻ ജനിച്ച് 19 ദിവസത്തിലാണ് എൻ്റെ ആദ്യത്തെ സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം 8 വയസ്സുള്ളപ്പോഴത്തേക്കും 12 സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 5 വയസ്സ് തൊട്ട് യൂറിൻ ട്യൂബിട്ടാണ് എടുക്കുന്നത്. അതിനുശേഷം ഇതുവരെ ഇങ്ങനെ ട്യൂബിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് 2 മണിക്കൂറായിട്ട്. പിന്നെ ഇപ്പം 23 വയസ്സുണ്ട്. ഇപ്പോഴേക്ക് 16 സർജറി കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് കഴിഞ്ഞ ട്രാൻസ്പ്ലാന്റേഷൻ ആയിരുന്നു, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആയിരുന്നു. പിന്നെ എൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്പോർട്സ്മാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സൈക്ലിങ്ങിലൂടെ ആയിരുന്നു. സൈക്ലിങ്ങിലാണ് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ചെറിയ ചെറിയ കിലോമീറ്റേഴ്സൊക്കെ ഓട്ടം ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പയ്യെ സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജുവലി അത് കൂടി വന്നു. ആ ഒരു കിലോമീറ്റേഴ്സിൻ്റെ അളവ് കൂടി വന്നു. പിന്നെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഈ യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ വളരെ കുഞ്ഞു കാലത്തൊന്നും അങ്ങനെ ഒരു ചാൻസസും കിട്ടിയിട്ടില്ല. കാരണം വീട്ടിൽ അങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലായിരുന്നു മോസ്റ്റ്ലി. ഇപ്പോൾ ഒരു 16 വർഷം ഞാൻ വീട്ടിനകത്താണ് താമസിച്ചിരുന്നത്. അപ്പം അങ്ങനെ കുറേ ഹാർഡ് ജേർണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഈ പെയിനും കാര്യങ്ങളും, സർജറിയുടെ പെയിനും കാര്യങ്ങളും എല്ലാ രീതിയിലും ഉണ്ടായിരുന്നു. അപ്പം അതിലൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഈ പറഞ്ഞ കണക്ക് എന്താ പറയുക, സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പിന്നെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം 1000 കിലോമീറ്റേഴ്സ് ഇൻ 6 days ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 6 ദിവസത്തിനകത്ത് 1000 കിലോമീറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 250 കിലോമീറ്റർ ഒറ്റ ഡേയിൽ 12 മണിക്കൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് ആലപ്പുഴ വരെ പോയിട്ട് തിരിച്ചു വന്നതാണ്. പിന്നെ അങ്ങനെ കുറച്ച് അച്ചീവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കിഡ്നി ഫുള്ളി ഫെയിലിയർ ആകുന്നത്. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത്, സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിഡ്നി ഫുള്ളി ഫെയിലിയർ ആയിട്ട് കിടപ്പിലായിട്ട് 3 വർഷത്തോളം ഡയാലിസിസ് ചെയ്തിട്ട് പിന്നെ എന്താ പറയുക, ഒരു പോയിന്റിൽ ഒരു ഹാർട്ടിക്ക് കുറച്ച് ഇഷ്യൂ വരുന്ന സമയത്ത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു ചോയ്സ് ഇല്ലാതെ അമ്മയുടെ കിഡ്നി വെച്ചു. അത് വർക്കിംഗ് ആയി. പക്ഷേ റിജക്ഷൻ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെയും സ്റ്റിൽ അതിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് സ്റ്റെറോയ്ഡ് ഫ്രീ ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ സ്റ്റെറോയ്ഡ്സ് എടുക്കുന്നില്ല, പകരം ഹൈലി ടോക്സിൻസ് ആയിട്ടുള്ള മെഡിസിൻസ് ഡയറക്റ്റ്ലി എടുക്കുവാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം വീണ്ടും പുഷ് ചെയ്യാൻ തുടങ്ങിയത്. ഒരു പോയിന്റ് എത്തിയപ്പോൾ ഒരു സൂയിസൈഡ് ടെൻഡൻസി ഒരു പോയിന്റ് എത്തിയപ്പോൾ, കാര്യം മുന്നേ ഒരു സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു ഞാൻ. അതെല്ലാം ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്കും ഉള്ളായിരുന്ന ഹോപ്പും ഡ്രീംസും എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു പോയിന്റിൽ വന്നിട്ടാണ് ഞാൻ പിന്നെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ആ ഒരു പോയിന്റിന് ശേഷം പിന്നെ പ്രത്യേകിച്ചൊരു ഹോപ്പ് ഡ്രീമും മുന്നോട്ട് ജീവിക്കാനില്ലായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് പിന്നെ എൻ്റെ പുറകിലുള്ള റിസർച്ചിലാണ് ഇപ്പം അങ്ങനെ ഒരു ഡിപ്രഷനിൽ പോയിട്ടുള്ള സ്റ്റേജിലാണ് പിന്നെ എന്താ പറയുക, എനിക്ക് പണ്ട് പറക്കാനുള്ള ആഗ്രഹം ഞാൻ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിലോട്ട് വന്നതും പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള റിസർച്ച്, അങ്ങനെയാണ് പിന്നെ സ്കൈ ഡൈവിലോട്ട് എത്തുന്നത്. അപ്പം അതിനാദ്യം USP കൊണ്ട് അംഗീകാരം മേടിക്കണം. കാരണം നമ്മൾ സോളോ ആയിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്. നമുക്ക് വിത്ത് ഇൻസ്ട്രക്ടർ ജമ്പ് ചെയ്യാൻ പറ്റും, പക്ഷെ വിത്തൗട്ട് ഇൻസ്ട്രക്ടർ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അത് അത്ര ഈസി അല്ല. അപ്പം അതും എയർ സ്പോർട്സ് ആയതുകൊണ്ട് ഒട്ടും പറ്റത്തില്ല. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു 6 മാസത്തോളം അതിൻ്റെ പുറകിൽ കുറേ വർക്കും ഇമെയിൽസ് അയക്കുന്നതും എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഓപ്ഷൻ കിട്ടി. അങ്ങനെ അവരുടെ ഒരു റിപ്ലൈ കിട്ടി. അവർ പറഞ്ഞു നീ ചെയ്തോ, പക്ഷെ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു, എന്നാലും ചെയ്തോ, പക്ഷെ അവരുടെ ഒരു ലോയും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നെ ഒരു ഡ്രോപ്പ് സോൺ കാര്യം അംഗീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ഒടുവിൽ അത് കിട്ടി. പിന്നെ ഞാൻ ഡ്രോപ്പ് സോണിൽ പോയി എക്സാംസ് ഒക്കെ എഴുതി എല്ലാം സെറ്റായി. പിന്നെ ഫസ്റ്റ് ജമ്പിൽ ഒരു 13 ഫീറ്റിൽ കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ആദ്യം ഇൻസ്ട്രക്ടർ, ഒറ്റയ്ക്ക് ജമ്പ് ചെയ്യണോ അല്ലെങ്കിൽ വിത്ത് ഇൻസ്ട്രക്ടർ നിനക്ക് ആദ്യം എക്സ്പീരിയൻസ് ചെയ്യണോ, അതായത് ജമ്പ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുമ്പം നമുക്ക് വിൻഡും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം അങ്ങനെ മനസ്സിലാക്കണോ അല്ലാതെ ജമ്പ് ചെയ്താൽ മതിയെന്ന് ചോദിച്ചു. അപ്പം ഇവിടുത്തെ വിൻഡാണെങ്കിലും കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഒരു ടണൽ ടൈം എന്നൊക്കെ പറയുന്നത് കുറച്ച് ഈ സ്കൈ ഡൈവിംഗ് സൈഡിലുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം എന്താ പറയുക, ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എന്നെ 13 ഫീറ്റിൽ കൊണ്ടുപോയിട്ട് ജമ്പ് ചെയ്തിട്ട് അങ്ങനെ ലാൻഡ് ചെയ്തു, സേഫ്ലി ലാൻഡ് ചെയ്തു. പിന്നെ എൻ്റെ 3ാമത്തെ ജമ്പിൽ എനിക്ക് സ്പിൻ ഉണ്ടായിട്ട് ഞാൻ സ്വന്തമായിട്ട് പാരച്യൂട്ട് പുൾ ചെയ്ത സമയത്ത് എൻ്റെ ഈ ആവെന്നുള്ള കാലിൽ കുരുങ്ങി. അതിന് ആ ഒരു ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് 12 സെക്കൻഡിൽ ക്രാഷ് ലാൻഡ് ആവും തറയിൽ. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ രക്ഷപ്പെട്ടു വന്നു. കാലിൽ കെട്ടഴിക്ക് എനിക്ക് പറ്റി, അത് നമ്മൾ വീണുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ. പിന്നെ വേറെ 2 സിറ്റുവേഷൻസ്, ഒന്നൊരു കനോപ്പി മാൽഫങ്ഷൻ എന്ന് പറയും, നമ്മൾ പാരച്യൂട്ട് മാൽഫങ്ഷൻ ഉണ്ടായി. അങ്ങനെ അതിൽ നിന്നൊരു സ്പിൻ അതുണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു എയർ കാരണം, നമ്മൾ ഒരു ഫ്രണ്ടിൽ നിന്ന് വന്നൊരു എയർ കാരണം, ഒരു ഹൈ ഇൻഡ് കാരണം ഒരു ഇഷ്യൂ ഉണ്ടായി, ഒരു സ്പിൻ ഉണ്ടായി. അപ്പോൾ അങ്ങനെ 3 സെമി എടുത്ത എക്സ്പീരിയൻസ് ഒരു 6 ജമ്പിൽ എനിക്കുണ്ടായിരുന്നു.
അപ്പൊ ഇനി അതിനുശേഷം പിന്നെ നാട്ടിലോട്ട് ഞാൻ വന്നു. എനിക്ക് അത് ജമ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഇനി മുന്നോട്ട് ജമ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇനി കാലില്ലാതെ ചെയ്യണം. അപ്പൊ അത് വീണ്ടും വിൻഡാണുള്ള അവേഴ്സ് വീണ്ടും ചെയ്യണം, ഒരുപാട് എക്സ്പെൻസീവ് ആണ്. ആവശ്യം സ്പോൺഷിപ്പ് എല്ലാം വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആ സ്പോൺഷിപ്പ് കിട്ടിയിട്ട് വേണം എനിക്ക് വിൻഡാണുള്ള ചെയ്യേണ്ടത്. അഗെയിൻ വിൻഡാണുള്ള ചെയ്തിട്ട് പോയി ജമ്പ് ചെയ്യണം. അത് വിത്തൗട്ട് ആർട്ടിഫിഷ്യൽ ലിംബ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി ഇനി ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ബട്ട് നമുക്ക് എക്സാംസും കാര്യങ്ങളൊന്നും എഴുതണ്ട, നമ്മൾ ഓൾറെഡി പാസ്ഡ് ആണ്. അപ്പൊ അതൊന്നും എഴുതണ്ട, നമുക്ക് ബാക്കി ജമ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ അതിനുശേഷം ഇപ്പം എന്താ പറയാ, ഇങ്ങനെ ഈ ഒരു ആക്സിഡന്റിലോട്ട് വന്നു. ഇപ്പം അതിനുശേഷം വന്നിട്ട് പിന്നെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഹിമാചലിൽ എനിക്കൊരു പാരഗ്ലൈഡിങ് പഠിക്കാന്നുള്ളൊരു ഓപ്ഷൻ കിട്ടി. അപ്പൊ അത് പോയി ഞാൻ ചെയ്തു. അത് പോയി ചെയ്തത് ഇവിടുന്ന് 10 ദിവസത്തേക്ക് ഞാൻ പോയി നിന്ന് 5 ദിവസം കൊണ്ട് ട്രെയിനിങ് ചെയ്തു. എക്സാംസ് എഴുതി. അവിടെ എക്സാംസ് ഉണ്ട് ചെറിയ രീതിയിൽ, അത് വലിയ എക്സാംസ് അല്ല, ചെറിയ രീതിയിലുള്ള എക്സാംസ് എഴുതി. ആൻഡ് നമ്മൾ ബാക്കിയെല്ലാം അവെയർ ആണെന്നുള്ള സംഭവമൊക്കെ വരുത്തി. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ സോളോ തന്നെ ഫ്ലൈ ചെയ്തു. അങ്ങനെ അതിന്റെ ലൈസൻസ് എടുത്തു, അതിന്റെ പൈലറ്റായി. അതിനുശേഷം പിന്നെ നാട്ടിലോട്ട് വന്നു. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാലൊന്ന് പൊട്ടിപ്പോയി, എൻ്റെ ആർട്ടിഫിഷ്യൽ ലിംബ് ഒന്ന് പൊട്ടിപ്പോയി. അപ്പൊ ഇപ്പം വിത്തൗട്ട് ലെഗ് ആണ് ഞാൻ പോയി വോക്ക് ചെയ്യുന്നതും. ഇപ്പൊ എൻ്റെ ഡെയിലി ഒരു മന്ത്ലി ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഈവൻ ഫുഡും മെഡിസിനും കാര്യങ്ങളൊക്കെ ഞാൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അറൗണ്ട് 30K അടുത്ത് മന്ത്ലി എനിക്ക് എമൗണ്ട് ആവും മെഡിസിന് വേണ്ടി മാത്രം. അപ്പം സോ ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോ എഡിറ്റിങ്ങും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഇപ്പം അതാണ് എൻ്റെ ലൈഫ് സ്റ്റൈലും. ആക്ച്വലി ഞാൻ ആദ്യം കൺസേൺ ആയത് എൻ്റെ കാലിനെ പറ്റിയായിരുന്നു. അതായത് നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല കാലെങ്ങനെ ഓക്കെ, കാര്യം എനിക്ക് മുട്ടിന് താഴോട്ടാണ് ഇല്ലാത്തത്. അപ്പം ആ ഒരു പോർഷൻ അത് 45 ഡിഗ്രീസിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്, എന്നാൽ മാത്രമേ വിൻഡ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആ 45 ഡിഗ്രി എൻ്റെ കാലിന് എനിക്ക് 90 ഡിഗ്രി ഈ കാലിന് വരത്തുള്ളൂ. പക്ഷെ ആവുന്നുള്ള കാലിൽ 45 ഡിഗ്രീസും വരും. അപ്പം അതെങ്ങനെ മാനേജ് ചെയ്യാനും സ്പിൻ ഉണ്ടാവാനും ചാൻസ് കൂടുതലായിരുന്നു. അപ്പം അങ്ങനെ സിറ്റുവേഷൻ വരുമെന്നുള്ളത് ആൾറെഡി എനിക്ക് അറിയായിരുന്നു. ബട്ട് ഞാൻ ആൾറെഡി ബാലൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു വിൻഡാണിൽ. പക്ഷെ എന്നാലും നമുക്ക് സ്കൈയിൽ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല, ഈവൻ ഫ്രീ ഫോളിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ അത് മാനേജ് ചെയ്യാനായിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ ആ ട്രൈൻ്റെ ഇടയിൽ എനിക്ക് പെട്ടെന്ന് ഇൻസെറ്റർ സിഗ്നൽ ആയിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ബാക്ക് ടു നോർമൽ പൊസിഷനിലോട്ട് വന്ന് പിന്നെ ഞാൻ ജമ്പ് ചെയ്തത്. അപ്പം എനിക്കിങ്ങനെ അഡ്രിനൽ റഷ് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ ആ ഒരു ജമ്പിന് അങ്ങനെ ജസ്റ്റ് ആദ്യം പുതുതായിട്ടൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവം ഉറപ്പായിട്ട് അതുണ്ടായിരുന്നു. കാര്യം നമ്മൾ തറയിലാണ് നടന്നിരുന്നത്, പെട്ടെന്ന് ആകാശത്ത് നിന്ന് ചാടുന്നതുള്ളൊരു സംഭവം. പിന്നെ ഹൈറ്റ് എനിക്ക് പേടിയുണ്ടായിരുന്നില്ല, കാര്യം ഞാൻ പണ്ട് ഈ തെങ്ങ് കയറുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് ഈ ഹൈറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പൊ അതൊന്നും എനിക്ക് അങ്ങനെ പേടിയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ വീഴുന്നതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ആ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ചെയ്ത സാധനം ഒരു ഫീൽ കിട്ടി, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ഭയങ്കര നോർമലായിരുന്നു. എനിക്ക് ഭയങ്കര കൂളായിട്ട് ഫീൽ ചെയ്തു. അതിന് അത്ര വലിയൊരു ഹൈ അഡ്രിനേഷൻ തന്നെ. ഇപ്പോഴും 200 ജമ്പ് ചെയ്യുന്ന ആൾക്കാരുടെയും കൈ ഇരുന്ന് വിറയ്ക്കുന്നതാണ്. അത് കാര്യം അവർ ഹൈ അഡ്രിനൽ റഷിൽ പോയിട്ട് വരണമെന്നാണ്. ബട്ട് എനിക്ക് അങ്ങനത്തെ ഇഷ്യൂ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര കൂളായിരുന്നു ഞാൻ ജമ്പ് ചെയ്തപ്പോഴത്തേക്ക്. പിന്നെ അതിനുശേഷമുള്ള എല്ലാ ജമ്പും വളരെ കൂളായിരുന്നു. മുന്നേ ഇപ്പം അസേസ് ഒരു സ്പോർട്ട് എന്നുള്ള നിലയിൽ ഒരു സൈക്ലിംഗ് സ്പോർട്ടാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിരിക്കും ഒരു എക്സ്ട്രീം സ്പോർട്ടാണ്. ബട്ട് ആ ഒരു എക്സ്ട്രീം സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പോലെയായിരുന്നു എനിക്കത് ഫീൽ ഉണ്ടായിരുന്നത്. കാരണം അത്രയും ബുദ്ധിമുട്ടിയാൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആ ഒരു സ്പോർട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഇപ്പൊ വെറുതെ നമുക്ക് ചവിട്ടാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ 250 കിലോമീറ്റർ നമുക്ക് വെറുതെ ചെന്ന് ചവിട്ടാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ പിറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, ഒരുപാട് വർഷങ്ങളുടെ എഫേർട്ട് ഉണ്ട്, ഒരുപാട് വർഷങ്ങൾ നമ്മൾ അതിനുവേണ്ടി ട്രെയിൻ ചെയ്തതും എഫേർട്ട് ഇട്ടതും. ഈവൻ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഞാൻ എന്റെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈവൻ സൈക്ലിംഗ് പോലും ഞാൻ വെള്ളം കുടിച്ച് ഞാൻ സൈക്ലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈവൻ വിത്തൗട്ട് ഫുഡ് എനിക്ക് ഞാൻ സർവൈവ് ചെയ്തിട്ടുണ്ട്. സോ പിന്നെ എന്റെ ഹെൽത്ത് വൈസും ഒരുപാട് വീക്ക് ആയിട്ടുള്ളൊരു ഫിസിക്കും വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുഷ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈവൻ മെന്റൽ സ്ട്രെങ്ത് ഞാൻ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തെങ്കിൽ പോലും, അതിൽ നിന്നുണ്ടായി വന്ന ഒരു മെന്റൽ സ്ട്രെങ്ത് ആണെങ്കിൽ പോലും അതിനപ്പുറത്ത് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു പോയിന്റിൽ വന്ന് പെട്ടെന്ന് ഡ്രോപ്പ് ആയി. പക്ഷെ ആ ഒരു ഡ്രോപ്പ് എന്നെ അഫക്ട് ചെയ്ത് വളരെ ഒരു വേഴ്സ് ഒരു അവസ്ഥയിലായിരുന്നു. കാര്യം അത്രയും എക്സ്പെക്ടേഷൻസും ഈവൻ പാരാഒളിമ്പിക്സും അങ്ങനെയുള്ള ഒരു വലിയൊരു ഒരു സ്ട്രീമിലോട്ടാണ് ഞാൻ തിങ്ക് ചെയ്തതും ഡ്രീം ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു സ്ട്രീമിലോട്ട് എത്തിപ്പെടാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പൊ അതാണ് ഒരു ലൈഫ് നിന്ന് പോയി എന്നുള്ളൊരു ചോയ്സ് വന്നപ്പോഴാണ് പിന്നെ വിത്തൗട്ട് ചോയ്സ് എനിക്ക് എന്തെങ്കിലും മുന്നോട്ട് പുഷ് ചെയ്തേ പറ്റൂ. അപ്പൊ ആ ഒരു ചോയ്സിലാണ് ഈ പറഞ്ഞ ഒരു സ്കൈ ഡൈവിങ് അല്ലെങ്കിൽ എയർ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം സ്പോർട്ടിലോട്ട് ഡയറക്ട്ലി കയറുന്നത്. അപ്പം അതിപ്പോ എനിക്ക് വളരെ എന്താ പറയുക കൂളായിട്ട് തോന്നുന്നു. പക്ഷെ അതൊരു എക്സ്ട്രീം സ്പോർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാര്യം ആൾറെഡി ഒരു ഡെത്ത് റിസ്ക് ആയിട്ടാണ് ഞാൻ വളരെ പണ്ടോട്ടേ ജീവിക്കുന്നത്. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അങ്ങനെ ഡെത്ത് റിസ്ക് ഉണ്ടാകാനായിട്ടുള്ള. ആ കണ്ടീഷൻസിൽ ജീവിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോ അങ്ങനെ ഒരു ലൈഫ് റിസ്ക് വയ്ക്കുന്നതിനോട് എനിക്കൊരു പേടിയും തോന്നിയിട്ടില്ല. സോ അങ്ങനെ സിറ്റുവേഷൻസ് വന്നപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അതൊരു വലിയ പേടി വന്നിട്ടില്ല. പണ്ട് തൊട്ടേ പെയിനുമായിട്ട് യൂസ്ഡ് ആയി. അതാണ് എനിക്ക്
നമ്മളിപ്പോൾ കൊച്ചു കുട്ടിയായിരിക്കും മനസ്സ് ഉറയ്ക്കുന്നതിന് അല്ലെങ്കിൽ മനസ്സ് വേറെ പലതും കാണുന്നതിന് പകരം ഞാൻ കണ്ടതൊക്കെ മൊത്തം ഈ നീഡിൽസും പെയിനും ഈ നൈഫും അതും ഇതൊക്കെയാണ്, സ്റ്റിച്ചും കാര്യങ്ങളൊക്കെയാണ്. അതിനപ്പുറത്തോട്ടൊരു ലോകം ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനത്തെ ഇപ്പം 8 വയസ്സിന് 12 സർജറി എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റും എത്രത്തോളം എക്സ്പോസ്ഡ് ആയിരുന്നു ഞാൻ ഈ ഹോസ്പിറ്റലിൽ. ഈവൻ മെഡിസിൻസ് പോലും ഒത്തിരി തന്നെ ആ ഒരു ട്രോമയിലും. പിന്നെ ഇപ്പൊ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ് ബുള്ളിങ്ങും അങ്ങനെ ഒരു 8 വയസ്സ് വരെ എൻ്റെ അടുത്തൊന്നും ആരും ഇരിക്കത്തില്ല. അത്ര ഒരു അങ്ങനത്തെ ഒരു സ്ട്രഗിൾ ലൈഫായിരുന്നു എൻ്റെ. അപ്പം ഇപ്പൊ വളരെ ഇതായിട്ട് തോന്നുന്നു. പക്ഷെ ആ ഒരു സ്ട്രഗിൾസിന്റെ കൂടെ വന്നപ്പോഴത്തേക്കും ലൈക്ക് ഐ ആം യൂസ്ഡ് ടു ദിസ്. ഞാൻ അങ്ങനെ അതിനപ്പുറത്തോട്ടൊരു നല്ല സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഒരു വലിയൊരു ആക്സെപ്റ്റിലില്ല, പക്ഷെ എനിക്കത് ഫീൽ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇല്ല എന്ന് പറയുന്നത്. ബട്ട് പലരും ഉണ്ടെന്ന് പറയാറുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. ഞാൻ അന്നും ഇന്നും യൂസ്ഡ് ടു ഇങ്ങനൊരു ജീവിതം ജീവിക്കുന്നതിലാണ്. അപ്പം അതിൽ ഞാൻ ഇപ്പം ഭയങ്കര കംഫർട്ടബിൾ ആയി മാറി. അതായിരിക്കും ഈ ഒബ്സ്റ്റക്കിൾസ് എന്ന് എനിക്കത് ഒരു വലിയൊരു ഒരു 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 കടമ്പയായിട്ട്. കാര്യം ഞാൻ എപ്പോഴും പഴയത് യൂസ്ഡ് ആയി വന്നപ്പോഴും അല്ലെങ്കിൽ ഒരു സ്ട്രീം ഓഫ് ജീവിതത്തിൽ ഈ പറഞ്ഞ പെയിനിന്റെ ഒരു ലെങ്ത് കൂടി വന്നപ്പോഴത്തേക്കും പിന്നെ അതങ്ങ് യൂസ്ഡ് ആയപ്പോൾ പിന്നെ എനിക്ക് വേറെ എന്ത് ലൈഫ് വന്നാലും അതൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയി തുടങ്ങി. എപ്പോഴും ഡൗണിലോട്ടും പോകാറുണ്ട്, നന്നായിട്ട് ഞാൻ നെഗറ്റീവ് ഒരു ആക്സെപ്റ്റിലും പോകാറുണ്ട്. പക്ഷെ ആ നെഗറ്റീവ് നിന്നിട്ടാണെങ്കിൽ ഒരു പോയിന്റിൽ അത് റിയലൈസ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് എനിക്ക് ഉണ്ടായിരുന്നു എപ്പോഴൊക്കെ. അല്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഈവൻ നല്ല കാര്യങ്ങൾ വരാതെ തന്നെ ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവിൽ നിന്നിട്ട് തന്നെ ആ നെഗറ്റീവോടെ തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ എനിക്കങ്ങനെ പുഷ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സാധനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആക്ച്വലി പറയാനുള്ളത്, ഈ സമൂഹത്തിൽ നമ്മളിപ്പം ഞാൻ ജനിച്ചത് ബൈ ഡിഫോൾട്ടാണ് അല്ലെങ്കിൽ ബൈ ബുദ്ധിമുട്ടോടെയാണ് ഞാൻ ജനിച്ചത്. പക്ഷെ അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. പെട്ടെന്നൊരു നോർമൽ ലൈഫ് ജീവിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ സിറ്റുവേഷനിലോട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. ബട്ട് എന്ത് തന്നെ ആയാലും ഒരു ഡിഫിക്കൽട്ടി വരുമ്പോഴത്തേക്കും സൊസൈറ്റി കാണുന്ന വ്യൂ പോയിന്റ് മാറും, അല്ലെങ്കിൽ സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന വ്യൂ പോയിന്റ് വളരെ മാറും. അതായത് ഇപ്പം നമ്മൾ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം അവരായിട്ട് തന്നെ അടിച്ചേൽപ്പിക്കും. അത് ഇന്ത്യയിലുള്ളൊരു കുഴപ്പമാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ വേറൊരു രാജ്യത്ത് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഇവൻ ഞാൻ തായ്ലാൻഡിലായിരുന്നപ്പോൾ പോലും ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പല അബ്രോഡ് കൺട്രീസും അങ്ങനെയല്ല. സോ അതെന്തുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു സിഗ്മ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. കാര്യം ഇവിടെ ഏറ്റവും അണ്ടർ പ്രിവിലേജ് ആയിട്ട് ജീവിക്കുന്നത് ഇപ്പം ഈ പറഞ്ഞ ഡിഫറെന്റ്ലി ഏബിൾഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കടപ്പ് കിടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരിടത്ത് ഇരുന്ന് പോയ ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും അഫക്ട് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അവർക്കൊന്നും ഈ പറഞ്ഞ കണക്ക് ഒരു രീതിയിലുള്ള എന്താ പറയാ സപ്പോർട്ട്സും അല്ലെങ്കിൽ ഈവൻ മെന്റലിയോ ഇമോഷണലിയോ ഒന്നും കിട്ടാതെ വരുന്ന ഒരു ലൈഫിലാണ് അവർ ജീവിച്ചിരിക്കുന്നത്. കാരണം ഞാൻ അതിലൂടെ ഒത്തിരി യൂസ്ഡ് ആയിട്ടുണ്ട്. ഇവൻ എനിക്കുള്ള ഫ്രണ്ട്സും അതുപോലത്തുള്ള സർക്കിളാണ്. അപ്പം അങ്ങനെ ഒരു സർക്കിള് എനിക്കുള്ളതുകൊണ്ട് തന്നെ അതിന്റെ ഏറ്റവും എക്സ്ട്രീംസ് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു കട ചെയ്താൽ പിന്നെ ആ കടയിൽ നമ്മൾ സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പം പെട്ടെന്ന് ഈ 2 കാലം നടക്കുന്ന ആൾ ആ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴേ അയാൾ മനസ്സിലാക്കുള്ളൂ, ഞാനിത് പലപ്പോഴും എനിക്ക് കയറിപ്പോയി, എനിക്ക് എന്റെ ആവശ്യങ്ങൾ നടത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ആയപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല. കാര്യം അതിന് കാരണം ഇവിടുത്തെ സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാം ആണ്, ഇവിടുത്തെ ചുറ്റുമുള്ള കാര്യങ്ങളാണ്. അപ്പം ആൾക്കാരുടെ മൈൻഡ് മാറുക എന്നുള്ള സംഭവം നമ്മൾ അപ്പോഴേ തിങ്ക് ചെയ്യുള്ളൂ. നമുക്കൊരു ലിമിറ്റേഷൻ വരുമ്പോഴേ നമ്മൾ തിങ്ക് ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നാലും അവിടെയും പുഷ് ചെയ്ത് വരാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. നിങ്ങളുടെ വോയിസ് വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റണം. അതിൽ നിങ്ങൾ ഒരിടത്തും അടങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരിടത്ത് നിങ്ങൾ ലിമിറ്റ് ആവേണ്ട ആവശ്യമില്ല. ഈവൻ യു ഹാവ് ഡിഫിക്കൽട്ടീസ്. അങ്ങനെ ഒരു സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ കീപ് ഇറ്റ് ഇൻ ചലഞ്ച്. ലൈക്ക് അതിനെ നമ്മൾ പുഷ് ചെയ്യുക ലിമിറ്റ്സ് എന്നുള്ള സംഭവം കൊണ്ടുവരിക, അത് പുഷ് ചെയ്യുക.